ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭൂമിയിൽ ഏത് കാര്യം നടക്കുന്നതിന് മുമ്പും സ്വർഗത്തിൽ അതിൻ്റെ ഒരു റിഹേഴ്സലുണ്ട്. അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അതിനൊരു മീറ്റിംഗ് നടന്ന് അതിനൊരു അനുവാദം കൊടുത്തിട്ടേ ഭൂമിയിൽ ആ കാര്യം നടക്കുള്ളൂ. നമുക്ക് വാക്യം വായിക്കാം. 1 രാജാക്കന്മാർ 22-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അതിന് അവൻ പറഞ്ഞത്, എന്നാൽ നീ യഹോവയുടെ വചനം കേൾക്ക. യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യമൊക്കെയും അവന്റെ അടുക്കൽ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ വെച്ച് പട്ടുപോകത്തക്കവണ്ണം അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറെ ഒരാത്മാവ് മുമ്പോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്നു, ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. ഏതിനാൽ എന്ന് യഹോവ ചോദിച്ചതിന് അവൻ, ഞാൻ പുറപ്പെട്ട് അവന്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിന്റെ ആത്മാവിരിക്കും എന്ന് പറഞ്ഞു. മതി. ഈ 1 രാജാക്കന്മാർ 22-ാം അധ്യായം നിങ്ങളൊന്ന് വിശദമായിട്ട് വായിക്കണം. അതിൻ്റെ തുടക്ക വാക്യങ്ങളിൽ വായിക്കുന്നത്, യഹൂദ രാജാവായ യഹോശഫാത്തും ഇസ്രയേൽ രാജാവും കൂടെ ചേർന്ന് ഈ ഗിലെയാദിലെ രാമോത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു രംഗമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇവന്മാർ രണ്ടുപേരും കൂടെ ചേർന്ന് ഇത് പിടിച്ചെടുക്കാൻ തീരുമാനിച്ചിട്ട് യുദ്ധമൊക്കെ ആലോചന ചെയ്തിട്ട് അവർ ഈ പ്രവാചകന്മാരോട് ചോദിച്ചു. പ്രവാചകന്മാരോട് ചോദിച്ചത് എങ്ങനെയാണെന്നറിയാവോ? യുദ്ധം ചെയ്യണമെന്നല്ല ഇവന്മാർ ചോദിച്ചത്. ഇവന്മാർ ചോദിച്ചത് യുദ്ധത്തിൻ്റെ മുമ്പിൽ ആര് നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ യുദ്ധത്തിൻ്റെ മുമ്പിൽ ആര് നിൽക്കണം എന്ന് ചോദിച്ചപ്പം ദൈവം ഒരു ഗോത്രക്കാരനെ മുന്നേ നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നിർത്തി ഇവർ യുദ്ധത്തിന് പോയി. ഇതാണ് ഇതിനകത്ത് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി 400 പ്രവാചകന്മാരോട് ആലോചന ചോദിച്ചു. 400 പേരും. ഇതിനകത്ത് താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിയാൽ ഇതിനകത്ത് സിദ്ക്കിയാവ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ അങ്ങോട്ട് വലിയ അങ്ങേ അറ്റത്തെ പരിപാടി തന്നെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ദൈവം അവരെ നിങ്ങളുടെ കയ്യിൽ തരും. അത് എഴുതിയേക്കുന്നത് 11-ാമത്തെ വാക്യത്തിൽ, കെനയനയുടെ മകനായ സിദക്കയാവ് ഇരുമ്പ് കൊണ്ട് കൊമ്പുകൾ ഉണ്ടാക്കി, ഇതുകൊണ്ട് നീ അരോമ്യർ ഒടുങ്ങുവോളം അവരെ കുത്തിക്കീറിക്കളയും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. എല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ പ്രവചിച്ചു. രാമോത്തിലെ ഗിലെയാദിനെ ആക്രമിക്കുക, ജയോളിയാകുക, യഹോവ അതിനെ കയ്യിലേൽപ്പിക്കും എന്ന് ഇത് വിളിച്ചു പറഞ്ഞു. പക്ഷേ ഒരു രാജാവ് പറഞ്ഞു, ഈ യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുന്ന വേറെ പ്രവാചകന്മാരും വല്ലോ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പം ഇസ്രായേലിൻ്റെ രാജാവ് പറഞ്ഞു, ഇവിടെ ഒരുത്തനുണ്ട്, അവൻ്റെ പേര് മിഖായാവ് എന്നാണ്. അവൻ എന്നോട് ഇന്ന് വരെ അനുകൂലമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, അതുകൊണ്ട് അവനെ വിളിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മറ്റേ രാജാവ് പറഞ്ഞു, അത് പറ്റിയല്ല, അവനെ കൂടെ വിളിക്കണം. അവനെ കൂടെ വിളിച്ച് അവൻ ആലോചന പറഞ്ഞിട്ട് വരുമ്പോൾ മതി എന്നും പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പം വിളിക്കാൻ പോയ സൈനികൻ അവനോട് പറഞ്ഞു, ഇവിടെയുള്ള 400 പ്രവാചകന്മാരും പറഞ്ഞേക്കുന്ന ഒറ്റ കാര്യമാണ്, നീയായിട്ട് ഇനി മാറ്റിയൊന്നും പറയാൻ പോകണമെന്ന് പറഞ്ഞു. അവനിവിടെ വന്നിട്ട് അങ്ങനെ പറഞ്ഞപ്പം മറ്റേ രാജാവ് ചോദിച്ചു, യഹോവയുടെ നാമത്തിൽ ചോദിക്കുന്നത് സത്യം പറയാൻ പറഞ്ഞപ്പോഴാണ് ഈ 19-ാമത്തെ വാക്യം വരെ പറയുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, മിഖയാവ് തുടർന്നു, അതിനാൽ യഹോവയുടെ വാക്ക് കേട്ടുകൊള്ളുക. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സകല സ്വർഗീയ സൈന്യവും അവിടുത്തെ വലത്തും ഇടത്തും നിൽക്കുന്നതുമായി ഞാൻ കണ്ടു. ആഹാബ് രാമോത്തിലെ ഗിലെയാദിൽ ചെന്ന് ചത്തൊടുങ്ങത്തക്കവണ്ണം അതിനെ ആക്രമിക്കുന്നതിലേക്ക് ആരവനെ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചു. ഒരാത്മാവ് ഇത്തരത്തിലും മറ്റൊരാത്മാവ് അത്തരത്തിലും, ഇങ്ങനെ ഓരോ ആത്മാക്കളും ഓരോ വിധത്തിലും അഭിപ്രായപ്പെട്ടു. അവസാനം ഒരാത്മാവ് മുന്നോട്ട് വന്ന് യഹോവയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ അവനെ വശീകരിക്കുമെന്ന് പറഞ്ഞു. ഉടനെ യഹോവ ചോദിച്ചു, എങ്ങനെ വശീകരിക്കുന്നു? അവൻ പറഞ്ഞു, ഞാൻ പുറപ്പെട്ട് അയാളുടെ സകല പ്രവാചകന്മാരുടെ നാവിൽ വ്യാജത്തിൻ്റെ ആത്മാവായി വർത്തിക്കും എന്ന് ആ ആത്മാവ് ഉത്തരം പറഞ്ഞു. അപ്പോൾ യഹോവ, നീ അവനെ വശീകരിക്കുന്നതിൽ നീ വിജയിക്കും, നീ പോയി അപ്രകാരം ചെയ്യുക, അനുഗ്രഹിച്ചു വിട്ടു. എവിടെയാണ് വന്നത്? യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുന്ന 400 പ്രവാചകന്മാരുടെ മേലേക്ക് ഇത് വന്നത്. ഇതിനകത്ത് 2 കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, കേരളത്തിൽ ഇന്ന് സംഭവിച്ചേക്കുന്ന ഇതാ, ഇവിടുത്തെ പ്രവാചകന്മാരെല്ലാം കൂടി അങ്ങ് ഒത്തുകൂടി
യഹോവയുടെ നാമത്തിൽ പണിയെടുത്തോണ്ടിരുന്ന ഇവന്മാരെല്ലാം കൂടെ യൂണിയൻ ഉണ്ടാക്കി, നൂജൻ എല്ലാം കൂടെ ഒന്നായി. ഇപ്പൊ കേരളത്തിൽ ഇതാ തസ്കര അസ്കര ഭാസ്കര പറയുന്നവനും സിനിമാ പാട്ട് അന്യഭാഷയായിട്ട് പറയുന്നവനും കണ 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 ഗുണ കുസ്യ എന്ന് പറയുന്നവനും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നു, ഐക്യം ഉണ്ടാക്കി. ഓൾ കേരള പാസ്റ്റേഴ്സ് യൂണിയൻ ബ്രാക്കറ്റ് നൂജൻ, AKPU ഓൾ കേരള പാസ്റ്റേഴ്സ് യൂണിയൻ ബ്രാക്കറ്റിൽ നൂജൻ. ഇമാരെല്ലാം കൂടെ കൂടി കസേര പൊക്കി പിടിച്ചിട്ട് പ്ലെയിനെ പോകുന്നവനും, തോർത്ത് കറക്കി പങ്ക കറക്കുന്നവനും, സഭ കയറി ഒന്ന് ചൗക്കുറ്റി അടിച്ച് പറിക്കുന്നവനും, ഇവന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടി ഇവന്മാരുടെ എല്ലാത്തിൻ്റെ നാക്കേ ദൈവം വ്യാജത്തിൻ്റെ ആത്മാവിനെ കൊടുത്തു. അപ്പോൾ ഒരു അയാളുടെ പേര് മിക്കായാവ്, ഒറ്റ ഒരുത്തൻ, കേരളത്തിൽ ഒരുത്തനെയെങ്കിലും ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഈ 400 കള്ളന്മാർ അവിടെ ഇരിക്കട്ടെ. ഇതുപോലെ തീർന്നു നിൽക്കുന്ന സമയത്ത് കാര്യം മിക്കായാവിന് അടി കിട്ടിയാൽ കിട്ടട്ടെ, കൊല്ലട്ടെ, ഒറ്റ പ്രാവശ്യമല്ലേ ചെയ്യുള്ളൂ. ടിവുമാരെല്ലാം കൂടി ഒന്നിച്ചങ്ങ് കൂടി, എടാ ഞാനിവിടെ എൻ്റെ സാമ്രാജ്യത്തിൽ ജീവിക്കുന്നു, നീ അവിടെ നിൻ്റെ സാമ്രാജ്യത്തിൽ ജീവിക്കുന്നു, ഞാൻ എറണാകുളം ജില്ല ഭരിക്കുന്നു, നീ കോട്ടയം ജില്ല ഭരിക്കുക, നീ തിരുവനന്തപുരം ജില്ല ഭരിക്കുക, നീ പുനലൂർ ജില്ല ഭരിക്കുക, നീ അടൂർ ജില്ല ഭരിക്കുക, നീ ഇവന്മാരെല്ലാം ഓരോ ദേശത്തിൻ്റെ ദേശാധിപന്മാരായി. പണ്ട് പൈശാചിക ശക്തികൾ വിഗ്രഹങ്ങൾ അവിടെ ഇവിടെ ഇരുന്നെങ്കിൽ ഇപ്പം ഇവന്മാരിലായിരിക്കുന്നത്. ഇച്ചിരി എളുപ്പമാതാ, ഇറങ്ങിച്ചെന്ന് ജനത്തിൻ്റെ തല കൈവെക്കാൻ വിഗ്രഹത്തിന് പറ്റുമോ? പറ്റുമല്ലോ. ഇവന്മാർക്ക് അത് പറ്റുമല്ലോ. ഭൂതം വ്യാപരിക്കാൻ ഇതങ്ങ് കൈവെപ്പിച്ചാൽ പോരെ. അത്രയും ശക്തമായി മാറി. അപ്പോൾ പറഞ്ഞത് 2 കാര്യം ഇതാ. ഒന്ന്, സ്വർഗത്തിലൊരു കാര്യം തീരുമാനിക്കും, എന്നിട്ടേ ഭൂമിയിൽ അത് നടക്കുകയുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. ഇയ്യോബിൻ്റെ പുസ്തകം എടുത്തേ. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 12 വരെ. ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ സാത്താനോട്, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ എന്ന് അരുളി ചെയ്തു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിന്നീട് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നതിന് മുമ്പ് ഇതിനുള്ള അനുവാദം സ്വർഗത്തിൽ നിന്ന് ദൈവം കൊടുത്തായിരുന്നു. ഇവിടെ ഞാൻ ദൈവമക്കളോട് പ്രത്യേകിച്ച് ഒരു കാര്യം പറയട്ടെ. നമ്മളെല്ലാം വലിയ കാര്യത്തിൽ പറയുന്നു, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇതേതാ വാക്യം എന്നറിയോ? ഇയ്യോബ് 1-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യമാണ്. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ നഗ്നനായി പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ എന്ന് ഇയ്യോബ് പറഞ്ഞു. സത്യത്തിൽ ഇയ്യോബിനുള്ളത് വല്ലതും എടുത്തത് യഹോവയാണോ? അല്ല. പിന്നെ ആരാ എടുത്തത്? സാത്താനാണ് എടുത്തത്. ഈ പഴയ നിയമം എന്ന് പറയുന്നത് തന്നെ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം 5 പുസ്തകങ്ങളാണ്. ബാക്കിയുള്ളത് ഇയ്യോബിൻ്റെ പുസ്തകം ചരിത്ര പുസ്തകമാണ്. ബാക്കി പുസ്തകങ്ങളൊക്കെ പ്രവചന പുസ്തകങ്ങളാണ്. സങ്കീർത്തനം, സദൃശ്യവാക്യം വേറെയാണ്. അപ്പോൾ ഈ നിയമത്തിനകത്തോ ഒന്നും ഒരിടത്തും ഈ സാത്താനെ പ്രത്യക്ഷമായിട്ട് പറയുന്നില്ല. ഇവിടെയാണെങ്കിലും സാത്താൻ്റെ പ്രവൃത്തി അന്നത്തെ കാലം കഴിഞ്ഞാൽ സാത്താൻ വൃത്തിയോട് കാണിക്കും, അതിനെല്ലാം പഴി യഹോവയുടെ മോളിൽ വീഴും. ഇവിടെ ജോബ് പറഞ്ഞത് അത് തന്നെയാണ്, ഇയ്യോബ് പറഞ്ഞത് അത് തന്നെയാണ്. യഹോവ തന്നു, യഹോവ എടുത്തു. യഹോവ തന്നെന്നുള്ള സത്യം, എടുത്തത് യഹോവയല്ല. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ നോക്കിക്കേ. അപ്പോൾ ഈ ജോബിൻ്റെ കാര്യത്തിലും ഇയ്യോബിൻ്റെ കാര്യത്തിലും സ്വർഗത്തിൽ നിന്ന് അനുവാദം കൊടുത്തു. ഇനി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എടുത്തേ. 1-ാം അധ്യായത്തിൽ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു.
അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവരും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയം അടുത്തിരിക്കുന്നു. വേഗത്തിൽ സംഭവിക്കാനിരിക്കുന്നത് തൻ്റെ ദാസന്മാർക്ക് കാണിച്ചു കൊടുത്തു. സ്വർഗത്തിൽ ആലോചന എടുത്ത് വെച്ചിരിക്കുന്നു. വെളിപ്പാട് 4:1 ഒന്നുകൂടെ വായിച്ചോ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. അതായത് മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ എഴുതി തരാമെന്നല്ല പറഞ്ഞത്, കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ഏത് കാര്യവും നടക്കുന്നതിന് മുമ്പേ അത് സ്വർഗത്തിൽ അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്നുണ്ട്, അതിൻ്റെ പെർമിഷൻ നടക്കുന്നുണ്ട്. എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നതിന് മുമ്പും സ്വർഗത്തിൽ അതിൻ്റെ റിഹേഴ്സലുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കടുകിട വിട്ടുമാറിയാൽ നിങ്ങൾ പെട്ടുപോകും. അങ്ങോട്ട് പറയട്ടെ, ഈ 400 കള്ളപ്രവാചകർ യഹോവയുടെ നാമത്തിൽ പ്രവചിക്കുന്നവന്മാരാ. ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ, ശുശ്രൂഷകന്മാരിൽ ഒരു സംഘം ഇതുകൊണ്ട് ചാപ്പാടടിച്ചു പോകുന്നു, മാസ ശമ്പളം മേടിച്ച് ചാപ്പാട് പഠിക്കുന്നു. ഉള്ളത് എങ്ങനെയെങ്കിലും പോകാതെ നോക്കുക. ഒരെണ്ണമെങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ അതിനെ പടിയടച്ച് പിണ്ടം വെക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ കുറ്റവും കുറവും ബാക്കിയുള്ള വീടുകളിൽ ചെന്ന് പറഞ്ഞേൽപ്പിച്ച് അവരെ കൊണ്ട് ഇവരുമായിട്ട് എങ്ങനെയൊരു ശത്രുത ഉണ്ടാക്കുക. ഇതാണിപ്പോൾ പല സംഘടനാ സംവിധാനത്തിലും. ന്യൂജന്റിനകത്തെന്ന് പറഞ്ഞാൽ വേറൊരു തരം കളി. ഈ പ്രവാചകന്മാർ സകലതിൻ്റെ മേഖലയിൽ ഈ വ്യാജത്തിൻ്റെ ആത്മാവ് വ്യാപരിച്ചിരിക്കുക. ഇപ്പം നേതാവ് ഒരു ദർശനം കണ്ടു, അണികൾ മുഴുവൻ അങ്ങ് കാണുക. ചുമ്മാ പറയുന്ന കള്ളവാ, നുണയാ. ഇന്നയാൾ സൗഖ്യപ്പെടും, നേതാവ് കണ്ടു. ക്യാൻസറാ, സൗഖ്യപ്പെടും, നേതാവ് കണ്ടു. കൂട്ടത്തിലുള്ള സകല ഏറാമൂളികളും അത് തന്നെ കണ്ടു. 3 മാസം കഴിഞ്ഞ് ഈ പറഞ്ഞ ആൾ മരിച്ചുപോയി. പറഞ്ഞ ആൾ മരിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ കണ്ടവരെങ്കിലും മനസ്സിലാക്കണ്ടേ, ഞങ്ങൾ മുഴുവൻ കണ്ടത് മോശമാണ്, ഞങ്ങളുടെ നേതാവ് കണ്ടത് ദൈവിക ദർശനമൊന്നും അല്ലെന്ന്. അന്നേരവും പറയുന്നത് നേതാവ് ഗീ ചെയ്യുന്ന, നേതാവ് ഗീ ചെയ്യും. എന്ത് കഷ്ടമായത്! ഇതുപോലെ ആയിപ്പോയി കേരളത്തിലേത് മുഴുവൻ. ഇതുപോലെ ആയിപ്പോയി കേരളത്തിലെ മുഴുവൻ. കാരണം ഇതിനകത്ത് മുഴുവൻ വ്യാപരിക്കുന്നത് ഒരു 90%. ഇനി നല്ലതില്ലെന്നല്ല കേട്ടോ, നല്ലതുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒതുങ്ങിയിരിപ്പുണ്ട്. ഈ മുന്നേ കിടന്ന് കളിക്കുന്നത് എല്ലാം തന്നെ. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഈ 10,000, 2,000 പേര് നിൽക്കുന്നതോ? ഞാൻ ചോദിക്കട്ടെ, വിട്ടുപോകുന്ന ജാതീയ സംവിധാനത്തിൽ ഒറ്റ കൂട്ടായ്മയ്ക്കകത്ത് 100-600 കുടുംബങ്ങളില്ലേ? 100-600 കുടുംബങ്ങളുള്ളിടത്തുനിന്ന് വിട്ടുപോകുന്നു. ഇവിടെ ഇപ്പം വന്ന് തലപ്പത്തിരിക്കുന്ന രാജാവ് പോകുന്ന 1.25 കോടി രൂപയുടെ BMW. വേറൊരു രാജാവ് പോകുന്നത് കിയോ ലിമോസിൻ കാർണിവലിൽ. നാണമുണ്ടോ നിനക്കൊക്കെ? നാണം. ചിലവൻ്റെയൊക്കെ ഷൂ തിളങ്ങുന്ന ആ ഷൂ ഒക്കെ വെച്ചുള്ള ആ വരവൊക്കെ ഒന്ന് കാണണം, തിളങ്ങത്തക്ക രീതിയിൽ. ശബ്ദമൊക്കെ നിയന്ത്രിച്ച് അതിനുള്ള സംവിധാനമൊക്കെ വെച്ച് എന്നാ പരിപാടിയാ. ഇട്ടിരിക്കുന്ന കോട്ട് ഒരുത്തർ നാൾ പറഞ്ഞിട്ട് അർമാണി സൂട്ടാണ് ഇതിൻ്റെ ഒരു ഇത്. അർമാണി പെരുമ്പാമ്പിൻ്റെ തോല് കൊണ്ടുള്ള ചെരുപ്പ്. ഒരു ആഫ്രിക്കക്കാരൻ, ഒരു അലവലാതിയുണ്ട്, ബുഷീരി എന്ന് പറഞ്ഞൊരുത്തൻ. ബുഷീരി റയോൺ അനോയിൻറ്റിങ് എന്ന് അടിച്ച് നോക്കിയാൽ മതി. റയോൺ അനോയിൻറ്റിങ് നിങ്ങൾ വേണേൽ ഗൂഗിളിൽ കയറി അടിച്ച് നോക്കിക്കോ, യൂട്യൂബിൽ അടിച്ച് നോക്കിക്കോ. അപ്പോൾ ഒരുത്തനെ കാണാം, ഒരു ഭൂതത്തിനെ. അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കുറേ അവർക്ക് അനുകൂലിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ളവന്മാർ. ഇതൊക്കെയാണ് കളികൾ. ഇവിടെ ഒന്നും യേശുവിനെ കുറിച്ചൊന്നും അല്ല ഒരു കാര്യങ്ങളും. യേശുവിൻ്റെ ജീവിതമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. യാത്രയ്ക്ക് ഒരു വാഹനം വേണം, അത് അത്യാവശ്യം ഒരെണ്ണം വേണം എന്നത് സത്യമാണെങ്കിലും ഇതൊക്കെ എന്ത് സന്ദേശമാണ് ദേശത്തിന് നൽകുന്നത്? ഇതെന്ത് സുവിശേഷമായത്? നീ തെച്ചുപട്ടി പോലത്തെ സവാരി ഇട്ടെന്നുള്ളതാണോ സുവിശേഷം? അതിൻ്റെ പുറകെ ഉണ്ട് ആൾക്കാർ. അസൂയ കൊണ്ട് പറയുന്നൊന്നും അല്ല കേട്ടോ. എനിക്കതില്ല, ഉണ്ടെങ്കിലും വേണ്ടതാനും. കേരളത്തിൽ ജീവിക്കുമ്പോൾ ഇത്ര ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും പ്രസംഗിക്കാം. ഒരു കാര്യം കൂടെ പറയാം. ഞങ്ങൾ ഹൈറേഞ്ചിൽ ഒരു സ്ഥലത്ത് മീറ്റിംഗ് നടത്തുമ്പോൾ അവരുടെ ശുശ്രൂഷകൻ ഒരു ടൈയും ഒക്കെ കെട്ടി വന്നു.
അയാൾക്ക് ഇരിക്കാനൊരു ഡൈനിങ് ടേബിൾ പോലും ഇല്ല അയാളുടെ വീട്ടിൽ, ടൈ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ചായക്കടയിൽ ഇരുന്ന് പറയാം, ഇവൻ ഈ കോണവും കെട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. അവിടുത്തെ ഞങ്ങളന്നേരം ചായ കുടിക്കാൻ ചായക്കട ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ചോദിക്കുക, ഇവൻ ഈ കോണവും കെട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന്. നാണമുണ്ടോ നിനക്കൊക്കെ? കേരളത്തിലെ ശുശ്രൂഷന്മാരുടെ തോളെ കിടക്കുന്ന സാധനത്തിനെക്കുറിച്ച് ഇവിടുത്തെ ജനം ചോദിക്കുന്ന, ഇവൻ ഈ കോണവും കെട്ടിക്കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന്. വല്ലവരും ഇത് വല്ലതും അറിയുന്നുണ്ടോ? മര്യാദയ്ക്ക് ജീവിക്കുക, എന്നിട്ട് വള്ളി കെട്ടിയാൽ മതി. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഒരു തകർച്ച കേരളത്തിൽ ഉണ്ടാക്കണമേ, ആട്ടികൂട്ടി പണിയണമേ, യഥാർത്ഥത്തിലുള്ള ആത്മീയത വെളിപ്പെട്ട് വരണമേ, ഈ കള്ളത്തരങ്ങൾ മുഴുവൻ പൊളിക്കണമേ, കള്ള സമൃദ്ധി പ്രോസ്പെരിറ്റി, അനാവശ്യമായി ഇതെല്ലാം തകർക്കണം കർത്താവേ. ആത്മാവ് നശിക്കുന്ന ഒരു പ്രോസ്പെരിറ്റിയും വേണ്ട കർത്താവേ. അങ്ങനെയുള്ള കൂട്ടായ്മകളെ അതിൻ്റെ പുറകിലുള്ള നഗ്നതകൾ ദൈവം വെളിപ്പെടുത്തണം കർത്താവേ. കർത്താവ് അതെല്ലാം യോഗ്യമായിട്ട് വെളിപ്പെടുത്തണം കർത്താവേ. അങ്ങ് കാണിച്ചു തന്നതും അങ്ങയുടെ ശിഷ്യന്മാർ കാണിച്ചു തന്നതുമായ മാന്യമായ ജീവിതം, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ പുറകെ വരുമെന്ന് പറഞ്ഞതിനെ മുന്നേ വെച്ച് പ്രസംഗിക്കുന്ന കള്ളന്മാരെ പൊളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ജനങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ കർത്താവേ അവർക്കെല്ലാം സത്യം തെളിച്ചു കൊടുക്കണമേ. അവരെല്ലാം അവരെ തിരിഞ്ഞു നോക്കട്ടെ. അനേക വർഷങ്ങൾ ഇവരുടെ പുറകെ നടന്നതുകൊണ്ട് ഞങ്ങൾക്ക് എന്നതെങ്കിലും ഉണ്ടായോ എന്ന് ഇവർ ചിന്തിക്കട്ടെ. അവർക്ക് മാറ്റമൊന്നും വന്നില്ലെങ്കിൽ അവർ ക്രിസ്തുവിലേക്ക് തിരിയുവാൻ ദൈവം അവർക്ക് ബുദ്ധി തുറന്നു കൊടുക്കണമേ. കർത്താവ് സൗഖ്യം നൽകണമേ, അനുഗ്രഹിക്കണമേ. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.